നിങ്ങളുടെ സുഹൃത്തിൻ്റെ മാർക്ക് നിങ്ങളെ ആലോചനപ്പെടുത്താറുണ്ടോ? നിങ്ങളുടെ അതേ ലെവലിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കുറവ് ഹാർഡ് വർക്കിലൂടെ നിങ്ങളെക്കാൾ ഉയർന്ന മാർക്ക് നേടുന്ന ഒരു സുഹൃത്തിൻ്റെ മാർക്ക് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. GAB കഴിഞ്ഞു, റിസൾട്ട് അനൗൺസ് ചെയ്തു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതുന്ന CBT മോക്ക് എക്സാം ആയിരിക്കും ഈ കഴിഞ്ഞ GAB. ഒരുപാട് പേർക്ക് അവരാഗ്രഹിച്ച ഒരു സ്കോറിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ചിലർക്കൊന്നും പ്രതീക്ഷിച്ച ഒരു സ്കോറിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിനർത്ഥം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലോ അല്ലെങ്കിൽ JEE മെയിനിലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ കഴിയില്ല എന്നാണോ? ഒരിക്കലുമല്ല. JEE മെയിനിലേക്കുള്ള നിങ്ങളുടെ യാത്ര പലർക്കും പലതരത്തിലാണ്. എല്ലാവരുടെയും യാത്ര ഒരുപോലെ ആകണം എന്നൊരു നിർബന്ധമില്ല. മോക്ക് എക്സാമുകളിൽ നിരന്തരമായി ഹൈ സ്കോർ നേടി ഒടുവിൽ JEE മെയിനിൽ തകർന്നു പോയ ഒരുപാട് വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. തിരിച്ച് മോക്ക് എക്സാമുകളിൽ എപ്പോഴും ലോ സ്കോറിൽ ഒതുങ്ങി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് JEE മെയിൻ ക്രാക്ക് ചെയ്തു പോയ ഒരുപാട് ആളുകളെയും നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നിരന്തരമായിട്ട് ഹൈ സ്കോർ കിട്ടുന്ന ആളുകൾ പലപ്പോഴും അവരുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് എന്ത് ചെയ്യും? മെയിൻ എക്സാം എത്തുമ്പോഴേക്കും തകർന്നു പോകും. അതേസമയം നിരന്തരമായിട്ട് ലോ സ്കോർ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, അതായത് കൂടെയുള്ള ആളുകളുടെ മാർക്കുമായി നമ്മളെ സ്വയം കമ്പയർ ചെയ്യും. അതേ പ്രിപ്പറേഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന രീതിയിൽ ഹാർഡ് വർക്കും എഫേർട്ടും ഒക്കെ ഇട്ടിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത് പോസിബിൾ ആവാത്തത് എന്നൊരു ചിന്തയുണ്ടാവും മനസ്സിൽ. ആ ഒരു ചിന്ത നമ്മളെ ആദ്യമൊക്കെ സില്ലി മിസ്റ്റേക്കും തുടങ്ങിയിട്ട് അവസാനം ഒരു ബേൺ ഔട്ടിലേക്ക് എത്തിക്കും. മോക്ക് എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മളുടെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടെത്തി അതിൽ ഫോക്കസ്ഡായി നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം മറ്റുള്ളവരുടെ പ്രോഗ്രസിനെ കുറിച്ചും അവരുടെ സ്കോറിനെ കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിച്ച് എല്ലാ എനർജിയും ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ പ്രിപ്പറേഷനിലെ വിലപ്പെട്ട സമയമാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. ഇതൊരു നല്ല ശീലമല്ല. നിങ്ങളെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് തിരിച്ചറിയുക. അതിനൊപ്പം നിങ്ങളുടെ വീക്ക്നെസ്സുകൾ കൂടി നിങ്ങൾ തിരിച്ചറിയണം. അതിൽ കൂടുതൽ സമയം വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുക എന്നൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ബെനിഫിറ്റ് ഇല്ല എന്ന് മാത്രമല്ല, അത് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് പലപ്പോഴും ഒരു ഡിപ്പിലായിരിക്കും, ഒരു പക്ഷേ ഒരു വലിയ ഡിപ്രഷനിലേക്കായിരിക്കും. സോ സ്റ്റോപ്പ് കമ്പാരിസൺ.